വ്യാപാര യുദ്ധത്തിൻ്റെ വാതിൽപ്പടിയിലാണോ ലോകം? പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 പ്രമുഖ രാജ്യങ്ങൾക്ക് കൂടുതൽ ഇറക്കുമതി ചുങ്കം ചുമത്തിയതോടെ ആഗോളതലത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇന്ത്യ അടക്കം കൂടുതൽ രാജ്യങ്ങൾ ട്രംപിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട്. ട്രംപിന് മൂക്കുകയറിടാനുള്ള ശ്രമങ്ങൾ മറുവശത്തും ഉണ്ട്. ഇത്തരത്തിൽ ആഗോള വ്യാപാര രംഗം കലങ്ങിയത് ഇന്ത്യക്ക് വെല്ലുവിളി ആകുമോ അതോ അവസരമോ ആവുമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി 3 മേഖലയിലാണ് ഉള്ളത്. ഒന്നാമത്തത് ഡോളറിൻ്റെ മുന്നേറ്റത്തിനിടയിൽ രൂപയുടെ മൂല്യത്തകർച്ച. ഓഹരി വിപണിയിൽ നിന്നുള്ള വിദേശ നിക്ഷേപകർ പിന്മാറ്റ പ്രവണതയുടെ രണ്ടാമത് കാണുന്ന വലിയൊരു വെല്ലുവിളി. കയറ്റുമതി രംഗത്തെ ആശങ്കകൾ ഇന്ത്യയിലെ വ്യവസായ വളർച്ചയെയും നിക്ഷേപ സാഹചര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനോടൊപ്പം ചില അവസരങ്ങളും തുറന്നു കിട്ടുന്നുണ്ട്. രൂപയുടെ തകർച്ച സർവകാല റെക്കോർഡിൽ എത്തുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. $1 കിട്ടാൻ 87 രൂപ 17 പൈസയെങ്കിലും കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് രൂപ മാറി. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി അയക്കുന്ന ഇനങ്ങളുടെ ലാഭം കുറയുകയും കയറ്റുമതി ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. ഇറക്കുമതി ചെലവ് കൂടുകയും അത് ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിനും വിൽപ്പന മാന്ദ്യത്തിനും ഇടയാക്കുകയും ചെയ്യും. പുറം വിപണിയോട് മത്സരിക്കാൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രയാസപ്പെടും. രൂപയുടെ മൂല്യം കുറയുകയും ഡോളറിന് പ്രിയം ഏറുകയും ചെയ്തതോടെ ഓഹരി വിപണിയിൽ കുറച്ചുനാളായി വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. ഉപഭോഗ ബാന്ധ്യം മൂലം ഇന്ത്യൻ സംരംഭങ്ങളുടെ ലാഭവും വളർച്ചയും കുറയുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതത്രയും വിദേശ നിക്ഷേപകരുടെ മനോഭാവത്തിന് ശക്തി പകരും. സ്വദേശ നിക്ഷേപകരുടെ മനോഭാവത്തിലും ബജറ്റിന് ശേഷം മാറ്റം വരികയാണ്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മെക്സിക്കോ, കാനഡ എന്നിവയ്ക്കുമേൽ 25%, ചൈനയ്ക്കുമേൽ 10% ഇറക്കുമതി തീരുവയാണ് ട്രംപ് അടിച്ചേൽപ്പിച്ചത്. ഇതോടെ അമേരിക്കൻ വിപണി സാധ്യതകൾക്ക് മങ്ങലേറ്റ ഈ രാജ്യങ്ങളിലെ കമ്പനികൾ മറ്റു വിപണിയിലേക്ക് കൂടുതൽ തള്ളിക്കയറാൻ ശ്രമിക്കുമെന്നത് വ്യക്തമാണ്. ഇത് വിവിധ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ദോഷകരമാണ്. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ആഗോള വ്യാപാര രംഗം കലങ്ങിയതിനാൽ ഇന്ത്യൻ വ്യവസായങ്ങൾ പുതിയ മുതൽ മുടക്കിനും നിക്ഷേപ തീരുമാനങ്ങൾക്കും വികസന പരിപാടികൾക്കും മടിച്ചേക്കാം. മൂലധനം മുടക്കാൻ മടിക്കുന്ന ഈ സ്ഥിതി സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ താൽപ്പര്യങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചേക്കും. അതിൻ്റെ മറ്റൊരു ഫലം ഉപഭോഗ വർധനവ് പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകണമെന്നില്ല എന്നതുമാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും അത് ഭാവിയിൽ ബാധിച്ചേക്കാം. മോഡിയും ട്രംപും തമ്മിലുള്ള ചർച്ചകളുടെ ഗതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നികുതി നിർമ്മാതാക്കളായ രാജ്യങ്ങളുടെ ട്രംപ് പട്ടികയിൽ ഇന്ത്യയും ഉണ്ട്. ആദ്യഘട്ട തീരുവ വർധനവിൽ ഇന്ത്യയെ ട്രംപ് ഉൾപ്പെടുത്തിയില്ല എന്നതു മാത്രമാണ് അമേരിക്കയുമായി നീക്കുപോക്ക് ചർച്ചകൾക്ക് അത് ഇന്ത്യക്ക് അവസരം നൽകുന്നുണ്ട്. അമേരിക്കൻ വിപണികളിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് മെച്ചപ്പെട്ട പരിഗണനയും അവസരവും മോഡി ട്രംപ് ചർച്ചയിലും മറ്റുമായി നേടിയെടുക്കുന്നതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മിടുക്കിയിരിക്കുന്നത്. മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും കാനഡയ്ക്കും നഷ്ടപ്പെടുന്ന അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഇടം നേടിയെടുക്കാനുള്ള അവസരം തുറന്നു കിട്ടുമോ എന്നതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്.